الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الساعة آتية نكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുത്ബകളിൽ നാം വിശ്വാസ കാര്യങ്ങളാണ് തുടർച്ചയായി വിശദീകരിച്ചു പോന്നിരുന്നത്. അതിൽ വിശ്വാസ കാര്യങ്ങളിൽ അഞ്ചാമത്തതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്തിന്, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരന്ത്യമുണ്ടെന്നും ആ അന്ത്യത്തോടുകൂടി അള്ളാഹു വീണ്ടും മറ്റൊരു പ്രപഞ്ചം, ആദ്യ പ്രപഞ്ചം സൃഷ്ടിച്ച പോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു മാറ്റി സൃഷ്ടിക്കുമെന്നും അവിടെ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുകയും നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകും എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അന്ത്യദിനത്തിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമസ്കാരത്തിലൊക്കെ നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ, സൂറത്തുകളിൽ അടിക്കടി അള്ളാഹു ആവർത്തിച്ച് ഉണർത്തുന്ന അല്ലെങ്കിൽ താക്കീത് നൽകുന്ന ഒരു കാര്യമാണ് അന്ത്യദിനം എന്നത്. നമ്മള് ഓരോ നിസ്കാരത്തിലും ധാരാളമായി ആവർത്തിച്ചോതുന്നത് ചെറിയ ചെറിയ സൂറത്തുകളാണല്ലോ. ഈ അവസാന ഭാഗത്തുള്ള ചെറിയ സൂറത്തുകളിലാണ് അന്ത്യദിനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത്. ഖുർആനിന്റെ ആവർത്തനത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിന്റെ ആവർത്തനത്തിൽ അവസാന ഭാഗത്ത് നമുക്കറിയാം, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ആ അതിശക്തമായ പ്രകമ്പനം, ഭൂമിയെ പ്രകമ്പനം കൊണ്ടാൽ
അതുപോലെ തന്നെ ഇദസ്സമാഉൻ ഷഖത്ത്, ഉപരിലോകം പൊട്ടിപ്പിളരുമ്പോൾ, ഇദസ്സമാഉൻ ഫതറത്ത്, ഉപരിലോകം വെണ്ട് കീറുമ്പോൾ എന്നിങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ, അൽഹാഖത്തു മൽഹാഖ, ആ യഥാർത്ഥ സംഭവം. എന്താണ് ആ യഥാർത്ഥ സംഭവം? ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഉടനീളം ഏതാണ്ട് 1/3 ഭാഗം അന്ത്യദിനത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും തന്നെയാണ് വിശദീകരിക്കുന്നത്. പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ നിരന്തരം നമസ്കാരങ്ങളിൽ ആവർത്തിച്ച് ഓതുന്ന അധ്യായങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതേക്കുറിച്ച് ആവർത്തിച്ചുള്ള താക്കീതുകളും അതുപോലെ തന്നെ ഉണർത്തലുകളും വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും മനുഷ്യർക്ക് അതിനെക്കുറിച്ചുള്ള ബോധമില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അള്ളാഹു നിരന്തരം അല്ലെങ്കിൽ അടിക്കടി ആവർത്തിച്ച് ഉണർത്തിയിട്ട് പോലും മനുഷ്യർക്ക് അതിനെക്കുറിച്ച്, അന്ത്യദിനത്തെ കുറിച്ചൊരു ബോധമില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ, സൂറത്ത് വാഖിഅയിൽ അള്ളാഹു എങ്ങനെയാണ് ആ വിഷയത്തെ, അന്ത്യദിനത്തെ കുറിച്ച് പറയുന്നത്? ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ലൈസ ലിവഖഅതിഹാ കാദിബ, അതിന്റെ സംഭവ്യത എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നതിനെ നിഷേധിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ്. അത് വല്ലാത്ത നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാക്കാണ്. ആ സംഭവം, ആ യഥാർത്ഥ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്ന ഒന്നും തന്നെ ഇല്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അന്ത്യദിനത്തെ കുറിച്ച് അത് സംഭവിക്കുമെന്നതിനെ നിഷേധിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാ പറയുന്നത് അള്ളാഹു. എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ബുദ്ധിക്ക് നിഷേധിക്കാൻ കഴിയില്ല, മനുഷ്യന്റെ അന്വേഷണ പഠനമായ ശാസ്ത്രത്തിന് നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ലോകത്തുള്ള ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതങ്ങളൊക്കെയും ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോ ലോകത്ത് നിലവിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ മതവിശ്വാസവും ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്ന് പ്രവചിക്കുന്നതാണ്. ഇപ്പൊ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ കലിയുഗം എന്ന് പറയുന്നത് ലോകാവസാനത്തോടടുത്തിട്ടുള്ള യുഗത്തെയാണ്. അതുപോലെ തന്നെ ബൈബിളിൽ, ക്രിസ്തു മതത്തിന്റെ ബൈബിളിൽ നമുക്ക് കൃത്യമായി ലോകാവസാനത്തെ കുറിച്ചും അന്ത്യപ്രളയത്തെ കുറിച്ചൊക്കെ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലും ഇങ്ങനെ ലോകത്ത് നിലവിലുള്ള എല്ലാ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലും ലോകത്തിനൊരു അവസാനമുണ്ട്, നന്മ തിന്മകൾ കണക്കാക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ദിവസമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്? മനുഷ്യന്റെ ബുദ്ധി നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ലോകത്തിനൊരു അവസാനമുണ്ട്. ഇപ്പൊ ഏതൊരു വസ്തുവും നമ്മൾ കാണുന്നു, അതിനൊക്കെ ഒരു നാശമുണ്ട്. ഒരു മനുഷ്യൻ അവൻ ജനിക്കുന്നു, പടിപടിയായി വളർന്നു വലുതാവുന്നു, വളർച്ച പൂർണ്ണതയിലെത്തുന്നു, പിന്നീട് അവന് ക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ പിന്നെ പടിപടിയായി അവൻ മരണത്തിലേക്ക്, നാശത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു വൃക്ഷം അത് വളരുന്നു, വളർന്നു വലുതാകുന്നു, പടർന്നു പന്തലിക്കുന്നു, അതിന്റെ പൂർണ്ണ വളർച്ചയിലെത്തുന്നു, പിന്നീട് അതിന്റെ ഓരോ ശിഖരങ്ങൾ ഉണങ്ങി അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഒരു ബിൽഡിങ് ഒരു 10-30 കൊല്ലം അങ്ങനെ തന്നെ നിലനിൽക്കും, പിന്നീട് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എല്ലാം തകർന്നാവും. ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ നശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എങ്കിൽ ഈ പ്രപഞ്ചം മാത്രം, ഭൂമിയും സൂര്യനും ചന്ദ്രനും മാത്രം യാതൊരു നാശവുമില്ലാതെ എന്നെന്നും നിലനിൽക്കുമെന്ന് ബുദ്ധിപരമായി പറയാൻ കഴിയില്ല. ഇനി ശാസ്ത്രീയമായിട്ടോ, ശാസ്ത്രീയമായി ശാസ്ത്രം ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ടെന്ന് പറയുന്നു, നാശമുണ്ടെന്ന് പറയുന്നു. ശാസ്ത്രം വളരെ കൃത്യമായി പറയുന്നു, ആഗോള താപനില, ഭൂമിയിലുള്ള ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോ ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുമലകൾ ഉരുകി സമുദ്രത്തിൽ വെള്ളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെ ആഗോള താപനില ഈ നിലക്ക് ഉയരുകയാണെങ്കിൽ ഒരു 75 വർഷം കൂടി കഴിഞ്ഞാൽ ഭൂമി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ജീവികൾക്ക് ജൈവലോകം പൂർണ്ണമായി ഇല്ലാതെയാകും. ജീവികൾക്കൊന്നും നിലനിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭൂമി ആയിത്തീരുമെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. സൂര്യനിലെ എനർജി ഓരോ നിമിഷവും കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു. അപ്പം ബുദ്ധിപരമായി ശാസ്ത്രീയമായി ലോകത്തുള്ള പ്രമാണങ്ങൾ, നിലനിൽക്കുന്ന മതങ്ങളുടെ പ്രമാണങ്ങൾ, ഇതൊക്കെ ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്ന് പറയുന്നു. അതാണ് അള്ളാഹു ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവ്യതയെ നിഷേധിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ബുദ്ധിയോട് ആവർത്തിച്ച് താക്കീത് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ത്യദിനം സംഭവിക്കുമെന്നത്. അത് വളരെ ഏറെ ഗൗരവമേറിയ, മനുഷ്യനെ പരിഭ്രമിപ്പിക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, ഭയവിഹ്വലരായിക്കൊണ്ട് മനുഷ്യർ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ഭ്രാന്തന്മാരെ പോലെ ആയിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ മനുഷ്യരെത്തും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നു. സൂറത്ത് ഹജ്ജിലെ 1-2 ആയത്തുകളിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. യാ അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം, അന്ത്യസമയത്തെ പ്രകമ്പനം അതൊരു വല്ലാത്ത ഗൗരവമേറിയ കാര്യമാകുന്നു. യൗമ തറൗനഹ, ആ ദിവസത്തെ നീ കാണുമ്പോ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, ഓരോ മുലയൂട്ടുന്ന സ്ത്രീയും ആ മുലയൂട്ടുന്ന കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധരാകും. ഗർഭിണികളായ എല്ലാ സ്ത്രീകളും ആ ദിവസത്തിന്റെ ഭയാനകത കാരണം പ്രസവിച്ചു പോകും. മനുഷ്യര് ലഹരി ബാധിച്ചവരെ പോലെ നാലുപാട് ഓടുന്നതായി നിനക്ക് കാണാം. ലഹരി ബാധിച്ചതുപോലെ ഐനൽ മഫർ എന്ന് ചോദിച്ചുകൊണ്ട് യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, എവിടെയാണ് ഒരു സങ്കേതം, രക്ഷാസങ്കേതം? ഓടുമ്പോ ഈ പർവ്വതങ്ങളൊക്കെ ആ സ്ഥലം വിട്ട് പാറുകയും ബിൽഡിങ്ങുകളൊക്കെ തകർന്നടിയുകയും ചെയ്യുകയും ഭൂമിക്ക് വെണ്ടുകീറുകയും ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് എവിടെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നാലുപാട് ഓടും മനുഷ്യന്മാരുന്ന ആ സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിലും അധികം ഒന്നും പോകണ്ട. ഇപ്പൊ ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ മതി. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് കുലുങ്ങിയാൽ മതി. ഖുതുബ പറയുന്ന ആളെ ഒന്നും നമ്മൾ നോക്കൂല, ഓടൂല നമ്മള്. അത് ബാത്റൂമിലാണെങ്കിൽ ഒന്നും ഉടുത്തിട്ടില്ല, ആ നിലക്ക് ഓടും നമ്മള്. ഉടുത്തോട്ടൊന്നും നമ്മൾ നോക്കൂല. ബാത്റൂമിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭൂമി ഒന്ന് കുലുങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടെങ്കിലോ ഇറങ്ങിയോടും നമ്മള്. ഡ്രസ് ഇട്ടൊന്നും നോക്കൂല. അതിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈ ഭൂമി. ഇപ്പൊ നമ്മള് വലിയ സുനാമിയൊക്കെ ഉണ്ടായി 10,000 മരിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അത് റിക്ടർ സ്കെയിലിൽ 9.5 രേഖപ്പെടുത്തിയ കുലുക്കമായിരുന്നു. അതിന്റെ ശക്തി 9.5. ഈ റിക്ടർ സ്കെയിലില് 12 രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഭൂമി കുലുങ്ങിയാൽ ഭൂമിയുള്ള മുഴുവൻ വസ്തുക്കളും നശിക്കുന്ന. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലും ഈ നമ്മളെ നാട്ടിലടക്കം ധാരാളം ആളുകൾ മരണപ്പെടാനും വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായ ആ കുലുക്കം 9.5 ആണെങ്കിൽ അതൊരു 12ലേക്ക് എത്തുന്ന രൂപത്തിൽ കുലുങ്ങിയാൽ ഭൂമി മുഴുവൻ നശിക്കും എന്നാ പറയുന്നത്. ഭൂമി അതിന്റെ അതിശക്തമായി പ്രകമ്പനം കൊണ്ടാന്ന് പറഞ്ഞു. ആ ദിവസം മനുഷ്യൻ ആ മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ഇട്ടെറിഞ്ഞ് ഓടുന്ന, അതുപോലെ തന്നെ ഈ ആ ഭയാനകത കാരണം ഗർഭിണികളായ സ്ത്രീകളൊക്കെ പ്രസവിച്ചു പോകും. മനുഷ്യന്മാരൊക്കെ ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് കാണാം. എന്നാൽ അവർക്ക് ലഹരി ബാധിച്ചിട്ടില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാകുന്നു.
അതുപോലെ തന്നെ നമുക്കറിയാം സൂറത്തുൽ ഖാരിയയില് യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്, മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ നാലുപാടും ഓടുന്ന ദിവസം. വതകൂനുൽ ജിബാലു കൽ ഇഹ്ലിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ പാറിപ്പോകുന്ന ആ ദിവസം എന്ന് പറഞ്ഞു. വജുമിഅശ് ശമർ, സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു വജുമിഅശ് ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിക്കുന്ന ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ അയ്നൽ മഫർ, മനുഷ്യൻ എവിടെയാണ് രക്ഷാസങ്കേതം എന്ന് ചോദിച്ച് ഓടിക്കൊണ്ടിരിക്കും. കല്ലാ ലാ വസർ, ഇല്ല, ഒരു രക്ഷാകേന്ദ്രവും ഇല്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, അന്നേ ദിവസം റബ്ബിന്റെ അടുക്കലേക്ക് ആകുന്നു സങ്കേതം. അപ്പൊ ആ റബ്ബിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എന്നിട്ട് ആ ഭൂമി അങ്ങനെ അതിശക്തമായി പ്രകമ്പനം കൊള്ളുന്ന സമയത്ത് സമുദ്രത്തെ കുറിച്ച് പറയുന്നു വഇദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രം പൊട്ടിയൊഴുകുന്ന. നമുക്ക് സാധാരണ നമുക്കറിയാലോ സുനാമി ഉണ്ടായത് ഈ സമുദ്രത്തിൽ അടിഭാഗത്ത് കുലുങ്ങിയപ്പോഴാണ് സുനാമി ഉണ്ടായത്. അതുപോലെ തന്നെ ഭൂമി ശക്തമായി പ്രകമ്പനം കൊള്ളുമ്പോൾ സമുദ്രമൊക്കെ അതിന് പൊട്ടിയൊഴുകും. അതുപോലെ തന്നെ സമുദ്രത്തിന് തീപിടിക്കുകയും ചെയ്യുന്ന വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രത്തിന് തീപിടിക്കും. അതൊന്നും ഒരു അത്ഭുതമുള്ള കാര്യമല്ല. കാരണം ഓക്സിജനും ഹൈഡ്രജനും കൂടി കൂട്ടിയിട്ടാണ് അള്ളാഹു, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്ന സാധനം. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പഠിച്ചോ വെള്ളം ഉണ്ടാക്കിയത്. അപ്പോ ഈ അന്ത്യദിനം സംഭവിക്കുമ്പോൾ സമുദ്രത്തിന് തീപിടിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഭയാനകമായ ആ ദൃശ്യമുണ്ടാകുമ്പോ ഈ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ എറിയെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ മനഃശാസ്ത്രകാരന്മാരൊക്കെ പറയുന്നത് അറിയോ, കഴുത്ത് വരെ വെള്ളം പൊന്തുന്നത് വരെ അവനവന്റെ കുഞ്ഞിനെ പൊന്തിച്ച് പിടിക്കുന്ന. എന്നാൽ മൂക്കും മുങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ നിലത്തിട്ട് കൈമ കയറിക്കാൻ നോക്കുന്ന മനുഷ്യൻ. അതാ മനുഷ്യന്റെ അവസ്ഥ. ഓരോരുത്തർക്ക് അവനവന്റെ ജീവിതമായിരിക്കും ഏറ്റവും വലുത്. അപ്പൊ അങ്ങനെ കുഞ്ഞിനെയൊക്കെ ഇട്ടെറിഞ്ഞ് ഓടുന്ന ഒരു ഭയാനകമായ ഘട്ടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ചെകിടടപ്പിക്കുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ അവന്റെ സഹോദരനെ വിട്ടോടും. വ ഉമ്മിഹി വ അബീഹി, വാപ്പാനെയും ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ വിട്ടെറിഞ്ഞോടും. വ സ്വാഹിബത്തിഹി വ ബനീഹി, അവന്റെ ഇണയെയും അവന്റെ മക്കളെയും ഒക്കെ. ഇന്നൊരു പക്ഷെ നമ്മള് ജീവിക്കുന്ന തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയാന്ന് ചില ആളുകൾ പറയും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയാന്ന് പറയും. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നമ്മള് നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ആളുകളെ പോലും വിട്ടെറിഞ്ഞ് ആരെയും പരിഗണിക്കാതെ നഫ്സി എന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടുന്ന ഒരു ദിവസമായിരിക്കും അത് എന്ന് ഖുർആൻ പറയാം. സൂറിലൂതപ്പെടും. അപ്പൊ ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളത് മുഴുവൻ ചലനമറ്റു പോകും. സൂറിലൂത എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച മലക്ക് അവരുടെ പ്രകൃതിക്ക് യോജിച്ച എന്തോ ഒരു പണി ചെയ്യുമ്പോ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചലനമറ്റു പോകും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. പിന്നീട് വീണ്ടും കാഹളത്തിലൂതുമ്പോ അപ്പൊ അവര് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരുന്നതായി അവർക്ക് കാണാവുന്നതാകുന്നു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ച എന്തോ ഒരു ഡ്യൂട്ടി അവർ നിർവഹിക്കുമ്പോഴാണ് സകലവും നശിക്കുന്നത്. അതുപോലെ തന്നെ അവർ സൂറിൽ വീണ്ടും രണ്ടാമത് ഓതുമ്പോഴാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശർ, അവിടെ ആ മഹ്ശറുള്ള വിചാരണ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടുന്നത്, ഇതൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പല വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളെ വിശ്വാസ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ആ അന്ത്യദിനം സംഭവിക്കുമെന്ന് ബുദ്ധിപരവും ശാസ്ത്രീയവുമായി പ്രമാണങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഒരാൾക്കും ഒരു സംശയത്തിനിടയില്ല ഉണ്ടാവേണ്ടതില്ലാത്ത വിധം ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ട് അറിയിച്ചു തന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ലാ യുജല്ലിഹാ വഖ്തുഹാ ഇല്ലാ ഹുവ, അള്ളാഹു അവനല്ലാതെ മറ്റൊരാൾക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാ. എപ്പോ അത് സംഭവിക്കുമെന്ന് പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അന്ത്യദിനം എന്ന് എപ്പോൾ സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത് 100% നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി പുലർന്ന ആ അടയാളങ്ങളെ കുറിച്ച് വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇത്തു വസ്സാഅതു കഹാതൈനി, ഞാനും അന്ത്യസമയവും ഈ രൂപത്തിലാണെന്ന് ഇങ്ങനെ വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു റസൂലുള്ളാഹ്. എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തോടടുത്ത സമയത്താണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, ഞാനും അന്ത്യദിനവും ഈ രൂപത്തിലാണ് എന്ന് 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ആ അന്ത്യദിനം എന്തുകൊണ്ട് നമ്മിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ മരണം നമ്മിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടല്ലോ അള്ളാഹു. നാം മരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല, പക്ഷെ നമ്മൾ എപ്പോൾ മരിക്കും എന്നുള്ള അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്താ ഏത് സമയത്തും മരിക്കാം എന്ന ബോധത്തോടു കൂടി ഏത് സമയത്തും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നത് കൊണ്ടാണ് നമ്മളെ മരണത്തെ കുറിച്ച് അറിഞ്ഞത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അങ്ങനത്തെ. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്ക് അറിയിച്ചു തരാറുണ്ട്. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രതീക്ഷ കൊണ്ട് നമ്മൾ ധാരാളം നന്മകൾ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ആ സമയം ഏതാന്ന് പറഞ്ഞില്ല. നമ്മൾ ധാരാളമായി ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അന്ത്യദിനത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇന്നസ്സാഅത, തീർച്ചയായും അന്ത്യസമയം, ആതിയത്തുൻ, അത് വരിക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹാ, നാം അതിനെ മറച്ചു വെച്ചിരിക്കുന്നു. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ആ അന്ത്യദിനം എപ്പോഴും സംഭവിക്കാമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അന്ത്യദിനത്തെ ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള പ്രതിഫലം നൽകാൻ വേണ്ടി. അപ്പൊ നമ്മുടെ മുമ്പിൽ അള്ളാഹു അത് മറച്ചു വെച്ചത് നമ്മൾ ഏത് സമയത്തും അത് സംഭവിക്കാമെന്ന ബോധത്തോടു കൂടി, ഭയപ്പാടോടുകൂടി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നല്ലവരായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നതിന് വേണ്ടി, അതിനു വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹ് പറയാ, ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആള് നിന്നെ ആ വിശ്വാസത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ. അതിൽ വിശ്വസിക്കാത്ത കുറെ മനുഷ്യന്മാരുണ്ടാവും, ആ ആളുകള് നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഹവാഹു, സ്വന്തം ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് താന്തോന്നികളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് പരലോകം, എന്ത് ലോകാവസാനം എന്നൊക്കെ ചോദിച്ചു വരും. ആ വിശ്വാസം നിന്റെ പരലോക വിശ്വാസത്തെ തടയാതിരിക്കട്ടെ. ഫതർദ, അങ്ങനെ നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ടു പോയ ഫതർദ, നീ നാശമടഞ്ഞു പോകും. അല്ലാഹ് പറയാ, ഫലാ യസുദ്ദന്നക അൻഹാ, ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവൻ നിന്നെ മല്ലാ യുഅ്മിനു ബിഹാ, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവൻ നിന്നെ തടയാതിരിക്കട്ടെ. വത്തബ ഹവാഹു, അവൻ അവന്റെ ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവനാണ്. അങ്ങനെയുള്ളവൻ ആ അന്ത്യദിനത്തെ കുറിച്ചുള്ള വിശ്വാസത്തിലും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നിന്നെ തടയാതിരിക്കട്ടെ. അങ്ങനെ തടഞ്ഞാലോ ഫതർദ, നീ നാശമടഞ്ഞു പോകും. അങ്ങനെ അള്ളാഹു വളരെ കൃത്യമായിട്ട് ഇതൊക്കെ വളരെ നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും നിഷേധിക്കാനാവാത്ത വിധം അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽ, അടിയുറച്ച വിശ്വാസത്തോടു കൂടി നല്ല കർമ്മങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെവരും ശ്രമിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് വെള്ളിയാഴ്ച ജുമ നിർബന്ധമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ആയത്ത് സൂറത്തുൽ ജുമഅയിലുള്ള അവസാന ഭാഗത്തുള്ള ആയത്താണ്. അതിൽ അള്ളാഹു നമ്മെ വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ആ ദിവസം നിങ്ങൾ ഫസ്ഔ ഇലാ ദിക്രില്ലാ, ആ ദിവസം നിങ്ങൾ ദിക്റുള്ളയിലേക്ക് ധൃതിപ്പെട്ട് പോകണം. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, ജുമഅയുടെ സമയമായി കഴിഞ്ഞാൽ, ആ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുന്ന സമയമായി കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ധൃതിപ്പെട്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് പോകണം. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങളും ഇടപാടുകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, ദാലിക്കും ഖൈറുൽ ലക്കും, അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ വിവരമുള്ള ആൾക്കാരാണെങ്കിൽ
നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം. ഈ ആയത്തിൽ അള്ളാഹു ഫസ്ഔ ഇലാ ദിക്രില്ല, നിങ്ങൾ ദിക്റുള്ളയിലേക്ക്, ദൈവസ്മരണയിലേക്ക് ധൃതിപ്പെട്ടു പോകണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് മഹാനായ മുഫസ്സിറുകള് ഐ ഇലൽ ഖുതുബത്തി വസ്വല, ഖുതുബയിലേക്കും നമസ്കാരത്തിലേക്കും, അതാണ് ദിക്റുള്ള എന്ന് പറഞ്ഞത്. എന്നിട്ട് മഹാനായ ഇമാം ഇബ്നുൽ അറബി പറയാണ് വദ്ദലീലു അലാ വുജൂബിഹ, ആ ജുമാ ഖുതുബ നിർബന്ധമാണ് എന്നതിന് ഇത് തെളിവാണ്. ജുമാ ഖുതുബ വെള്ളിയാഴ്ച നിർബന്ധമാണ്. അത് പറയൽ മാത്രമല്ല, അത് കേൾക്കലും നിർബന്ധമാണ്. നമ്മൾ മനസ്സിലാക്കി 2 റക്അത്ത് നിസ്കരിച്ചാൽ മാത്രം മതിയെന്ന. അള്ളാഹ് പറഞ്ഞത് ദിക്റുള്ളയിലേക്ക് മടങ്ങാൻ പറഞ്ഞാൽ അള്ളാഹ്ക്ക് നിസ്കാരത്തിലേക്ക് വരുമെന്ന് ധൃതിപ്പെട്ടു പോകുന്ന പറഞ്ഞാൽ പോരെ. അള്ളാഹ് നിസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നല്ല പറഞ്ഞത്, ദിക്റുള്ളയിലേക്ക് ധൃതിപ്പെട്ടു പോകും. ആ ദിക്റുള്ള എന്ന വാക്ക് അള്ളാഹ് പ്രയോഗിച്ചത് സ്വലാത്തും ദിക്റുള്ളയാണ്, ഖുത്ബയും ദിക്റുള്ളയാണ്. അത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ഖുർആന്റെ വ്യാഖ്യാതാക്കൾ കൃത്യമായി പറഞ്ഞു. റസൂലും സഹാബത്തൊക്കെ അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ അവര് ഖുത്ബ പറയൽ മാത്രം നിർബന്ധം, കേൾക്കൽ നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഇമാം ഇബ്നുൽ അറബി അദ്ദേഹത്തിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയാണ് വദ്ദലീലു അലാ വുജൂബിഹ, ആ ജുമാ ഖുത്ബ നിർബന്ധമാണെന്നതിന് തെളിവ് അന്നഹ തഹ്റുമുൽ ബൈഅ, കച്ചവടമൊക്കെ ഹറാമാണ് ആ ജുമാന്റെ സമയത്ത്. അതുകൊണ്ട് കച്ചവടമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ, ഇടപാടുകളൊക്കെ ഒഴിവാക്കി നിർത്തിവെച്ചുകൊണ്ട് നിങ്ങൾ പോരണമെന്ന് അള്ളാഹ് പറഞ്ഞില്ലേ. വലൗലാ വുജൂബുഹ, ആ ജുമാ ഖുത്ബ നിർബന്ധമല്ലായിരുന്നുവെങ്കിൽ മാ ഹുരിമത്ത് ഹു, ആ കച്ചവടമൊക്കെ ഒഴിവാക്കാനും ഇടപാടൊക്കെ ഒഴിവാക്കാനും അള്ളാഹ് കൽപ്പിക്കുമായിരുന്നില്ല. അപ്പൊ ജുമാ ഖുത്ബ അത് പറയല് മാത്രമല്ല, കേൾക്കലും നിർബന്ധമാണ്. 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് അങ്ങോട്ട് എത്തിയാൽ മതി എന്നൊരു ധാരണ, അബദ്ധ ധാരണ നമ്മളൊക്കെ ഉണ്ട്. അത് തിരുത്തേണ്ടതാണ്. അപ്പൊ ജുമാ വല്ല കാരണവശാലും പിന്നെ വൈകിപ്പോയാൽ, നിസ്കാരം മാത്രം കിട്ടിപ്പോയാല് ജുമാ ശരിയാവൂല എന്നൊന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ജുമാ ശരിയാവും തന്നെ റസൂലുള്ളാഹി പറഞ്ഞത്. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അലസത കൊണ്ട് ജുമാ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാ. 3 ജുമാ തുടർച്ചയായിട്ട് അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുത്തിയാല് അവന്റെ ഹൃദയത്തിന് അള്ളാഹു സീല് വെക്കുന്ന, അത് സ്വാഭാവികമാണ്. ഈ ഉത്ബോധനം ഒന്നും ഒരു 3 ആഴ്ച തുടർച്ചയായിട്ട് കേൾക്കാതെ മനസ്സിലേക്ക് പിന്നെ ശൈതാനിയത്തെ അവന്റെ മനസ്സിൽ കയറുള്ളൂ, നല്ലൊന്നും കയറൂല. 3 ജുമാ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുത്തിയാൽ, അപ്പം ഈ നമ്മുടെ അശ്രദ്ധ കാരണം, നമ്മുടെ അലസത കാരണം, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തത് കാരണം ജുമാന്റെ ഖുത്ബ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ അടുക്കൽ ഉണ്ടാവാൻ പാടില്ല. ഖുത്ബയുടെ അതിന്റെ ഗൗരവം എത്രത്തോളാണ് സഹാബികൾ മനസ്സിലാക്കിയെന്നറിയോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ഇദാ ഖുൽത ലി സ്വാഹിബിക യൗമൽ ജുമാ അൻസിത്, ജുമാ നടക്കുന്ന സമയത്ത് നീ നിന്റെ സഹോദരനോട് ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ ഫഖദ് ലഅൗത, നിന്റെ ജുമാ ബാത്തിലായി. 2 ആള് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കാണ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ നമ്മൾ അവരോട് പറയാനൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞത് ജുമാ ബാത്തിലാണ്. അതൊക്കെ ഖത്തീബ് പറയേണ്ടതാണ്, ഇമാമ് മിമ്പറിൽ വെച്ച് പറയേണ്ടതാണ്. സംസാരിക്കാൻ പാടില്ല എന്ന് ഖത്തീബ് പറയേണ്ടതാണ്. സദസ്സിൽ ആൾ മിണ്ടാൻ പാടില്ല. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ജലസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അലൽ മിമ്പരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിമ്പറിൽ കയറി. ഫഖതബൻ നാസ, ജനങ്ങളോട് ഖുത്ബ പറഞ്ഞു. വതല ആയതൻ, ഒരു ആയത്ത് ഓതി റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന്. വൈല ജംബി ഉബയ്യ് ഇബ്നു കഅബ്, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ തൊട്ടടുത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. ഫഖുൽതു ലഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു ഞാൻ അദ്ദേഹത്തോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, മത്താ ഉൻസിലത്ത് ഹാദിഹിൽ ആയ, റസൂലുള്ളാഹി ഓതി ആയത്ത് എപ്പോഴാണ് അവതരിച്ചത്, ഇറങ്ങിയത് എന്ന് ചോദിച്ചു. ഫഅബാ അൻ യുകല്ലിമനി, അങ്ങനെ ഉബയ്യ് റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ച റസൂലുള്ളാഹി ഓതി ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്, ഉബയ്യ് റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. അങ്ങനെ പിന്നെ ജുമാ കഴിഞ്ഞു, ഖുത്ബ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉബയ്യ് റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാ ലക മിൻ ജുമുഅതിക ഇല്ലാ മാ ലഅയ്ത, ഇന്ന് നിന്റെ ജുമാ നിനക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബൂദർദാ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ രണ്ടുപേരും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അങ്ങനെ റസൂൽ പറഞ്ഞു, സദഖ ഉബയ്യ് പറഞ്ഞത് സത്യമാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുന്ന ഒരാളോട് നീ മിണ്ടരുത് എന്ന് പോലും പറഞ്ഞാൽ നിന്റെ ജുമാ ബാത്തിലാവുന്ന, പിന്നോട് അന്ന് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അത്ര ഗൗരവത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ഫൈദാ സമിഅത ഇമാമക യതകല്ലമു ഫഅൻസിത് ഹത്താ യഫറഗ,
ഇമാമ് ഖുതുബ പറയുന്ന സമയത്ത് നീ മൗനം പാലിക്കണം, അതിൽ നിന്ന് ഖുതുബയിൽ നിന്ന് വിരമിക്കുന്നത് വരെ എന്ന്. അപ്പൊ അത്ര ഗൗരവത്തിലാണ് സഹാബത്ത് ഈ വിഷയത്തെ മനസ്സിലാക്കിയത്. റസൂലുള്ള അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചില ഈ സ്കൂളിന്റെ അടുത്തുള്ള പള്ളിയിലൊക്കെ പോയ കുട്ടികളായിരിക്കും ഫുള്ള്. ആ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ ആ കുട്ടികളോട് ഒരു ഇന്ററാക്ട് ശൈലിയിൽ ജുമാ ഖുതുബ നടത്താൻ പാടില്ല. അത് റസൂലിനെ പഠിപ്പിച്ചത് അതിങ്ങനെ ഗൗരവത്തിൽ തന്നെ ആയിരിക്കണം, അതൊരു ഇന്ററാക്ഷൻ ശൈലിയിലാവാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് പ്രവാചകൻ. അപ്പൊ അതുകൊണ്ട് ജുമാ ഖുതുബ അത് ആ പ്രസംഗം അതാവത്ത് അങ്ങനെ നടക്കട്ടെ, അത് നമുക്കൊന്നും അത് ബാധകമല്ല, നമ്മൾ കണ്ടിടക്കാലത്ത് നിസ്കരിച്ചാലും മതി എന്നൊരു ധാരണ ഖുർആനിന്റെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. കഴിവിന്റെ പരമാവധി ഖുതുബ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഖുതുബ ശരിക്കും പരമാവധി ചുരുക്കാണ് വേണ്ടത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ഉണർത്തുക, ആ ഉണർത്തൽ വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യുന്ന. അപ്പം ആ നിലക്ക് മുഅ്മിനീങ്ങൾക്ക് ഉണർത്തൽ ഉപകാരപ്പെടും. അതുകൊണ്ട് ഉണർത്തുക എന്ന് അല്ലാഹു കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊക്കെ ആ ഉത്ബോധനം ഉപകാരപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഈ കാര്യം ഉണർത്തിയത് മുഅ്മിനീങ്ങൾ ആണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ നാഥാ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, നിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നാഥാ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. നാഥാ രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ المسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.